നമ്മളെക്കുറിച്ച് എത്ര കരുതലുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. ഈ ലോകത്തിൽ തൻ്റെ അംബാസഡേഴ്സായിട്ട് ദൈവം ആക്കി വെച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അധികാരത്തോടെ നമ്മെ ആക്കി വെച്ചിരിക്കുക. നമ്മോട് കൂടെ നിൽക്കാൻ കർത്താവുണ്ട്. കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. നമുക്കൊക്കെ തകർക്കപ്പെട്ട അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരാം. എന്നാൽ തകർക്കപ്പെട്ട അവസ്ഥയിലുള്ളവരെ ആ ദൈവം ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം 17-ാം വാക്യമാണ്. ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത വാഗ്ദത്തകാലം അടുത്തപ്പോൾ ജനം മിസ്രയീമിൽ വർദ്ധിച്ച് പെരുകി. പ്രൈസ് ദി ലോർഡ്. ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത വാഗ്ദത്തകാലം അടുത്തപ്പോൾ ജനം മിസ്രയീമിൽ വർദ്ധിച്ച് പെരുകി. അബ്രഹാമിനോട് ദൈവം കൽപ്പിച്ചു, മെസൊപ്പൊത്താമയിൽ അബ്രഹാം ആയിരിക്കുന്ന കാലത്ത്, ഹാരാനിൽ വന്ന് പാർക്കുന്ന കാലത്തിനു മുമ്പ്. നമ്മൾ 7-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, ഇത് ഉള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചതിന് അവൻ പറഞ്ഞത്, സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾപ്പീൻ. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കുന്നതിന് മുമ്പ് മെസൊപ്പൊത്താമയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമനായ ദൈവം അവന് പ്രത്യക്ഷനായി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ചോദിക്കുന്ന ചോദ്യം ആരാ ചോദിക്കുന്നതാണ്? മഹാപുരോഹിതന്മാർ ചോദിക്കുകയാണ്. ഒരു സൻഹിദ്രീൻ സംഘം അവിടെ കൂടിയിരിക്കുന്നു. എപ്പോൾ സൻഹിദ്രീൻ സംഘം കൂടിയാലും അതിൻ്റെ ഹെഡായിട്ടിരിക്കുന്നത് മഹാപുരോഹിതനാണ്. കയ്യഫാവായിരിക്കും ആ സമയത്ത്. ഹന്ന അതിന് മുമ്പുള്ള മഹാപുരോഹിതനായിരുന്നു, എന്നാലും അദ്ദേഹത്തെ റെക്കഗ്നൈസ് ചെയ്തിരുന്നു. അപ്പോൾ വിചാരണ ഇതാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞവനായി സ്തേഫാനോസ്. ആരാണ് സ്തേഫാനോസ്? മേശയിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഡീക്കൻ, ഒരു ശുശ്രൂഷകനാണ് അദ്ദേഹം. മേശയിലെ ശുശ്രൂഷകളെക്കുറിച്ച് നമുക്കറിയാം. യവനായ സ്ത്രീകൾക്കൊരു കംപ്ലൈൻറ്റ്, എബ്രായ വിധവന്മാർക്ക് ലഭിക്കുന്നത് പോലുള്ള പരിഗണന ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ള ഒരു കംപ്ലൈൻറ്റ്. എന്ന് പറഞ്ഞാൽ സർവീസിങ് ഫുഡ്, ഭക്ഷണം ലഭിക്കുന്ന കാര്യത്തിൽ യഹൂദ സ്ത്രീകൾക്ക് ലഭിക്കുന്ന ആ പരിചരണം ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നൊരു കംപ്ലൈൻറ്റ്. അപ്പോൾ മേശയിലെ ശുശ്രൂഷയ്ക്ക് ഇതൊക്കെ ശരിയാണോ എന്നുള്ളത് നോട്ട് ചെയ്യാനായിട്ട് 7 പേരെ തിരഞ്ഞെടുത്തു. അപ്പോൾ ഭക്ഷണകാര്യങ്ങൾ ക്രമീകരണം നോക്കാനായിട്ട് ആക്കി വെച്ച 7 പേരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്? ഇവർ ആത്മനിറവുള്ളവരായിരിക്കണം, കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരായിരിക്കണം. ഇതൊക്കെ അവരുടെ ക്വാളിഫിക്കേഷനായിരുന്നു. ആത്മനിറവുള്ളവരായിരിക്കണം ഈ 7 പേരും. എന്തുവാ ഡ്യൂട്ടി? എന്തുവാ? ഭക്ഷണകാര്യങ്ങൾ ക്രമീകരിക്കുന്നത് ശരിയാണോ എന്ന് നോക്കാൻ ആക്കി വെച്ച ഡീക്കൻസിൽ അവർക്കുള്ള ക്വാളിഫിക്കേഷനാണ് ഇവർ ആത്മനിറവുള്ളവരായിരിക്കണം. അപ്പോൾ ആത്മനിറവുള്ള 7 പേരെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. സ്തേഫാനോസ്, ഫിലിപ്പോസ്, പ്രൊക്കോരോസ്, നിക്കാനോർ, തീമോൻ, പർമേനാസ്, യഹൂദ മതാനുസാരിയായ അന്ത്യോക്യക്കാരൻ നിക്കോളാവസ്. ഈ 7 പേരെ തിരഞ്ഞെടുത്തു. ഇതിൽ ഒരുത്തനാണ് സ്തേഫാനോസ്. സ്തേഫാനോസ് ആത്മനിറവുള്ളവനായി ചൈതന്യത്തോടെ പ്രസംഗിക്കാൻ തുടങ്ങി. ടേബിളിലെ ശുശ്രൂഷയിൽ നിന്നൊരു പ്രൊമോഷൻ, അഥവാ ടേബിളിലെ ശുശ്രൂഷയുടെ കൂടെ തന്നെ അദ്ദേഹം പ്രസംഗത്തിന് വേണ്ടി ഇറങ്ങുകയാണ് യേശുവിൻ്റെ സാക്ഷ്യം വഹിപ്പാൻ. അപ്പോൾ അദ്ദേഹം പ്രസംഗിച്ച കാര്യത്തിൽ കൂട്ടത്തിൽ മഹാപുരോഹിതന്മാർ പറയുകയാണ്, ഇവനെക്കുറിച്ച് കള്ളസാക്ഷികളെ എഴുന്നേൽപ്പിച്ച് പറയുകയാണ്, ഇവനെ കൊല്ലണം, ഇവൻ അത്ര തീഷ്ണതയോടെ പ്രസംഗിക്കുന്നവനാണ്, ഇവനെ ഇല്ലാതാക്കണം. അപ്പോൾ അവർ അദ്ദേഹത്തിൻ്റെ പേരിൽ 6-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നു, 13 തൊട്ടുള്ള 14 വാക്യങ്ങളിൽ കള്ളസാക്ഷികളെ നിർത്തി ഈ മനുഷ്യൻ വിശുദ്ധ സ്ഥലത്തിനും ന്യായപ്രമാണത്തിനും വിരോധമായി ഇടപെടാതെ സംസാരിച്ചു വരുന്നു. ആ നസറനായ യേശു ഈ സ്ഥലം നശിപ്പിച്ച് മോശ നമുക്ക് ഏൽപ്പിച്ച മര്യാദകളെ മാറ്റിക്കളയുമെന്ന് അവൻ പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറയിച്ചു. ന്യായാധിപ സംഘത്തിൽ ഇരുന്നവർ എല്ലാവരും അവനെ ഉറ്റുനോക്കി.
അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കണ്ടു. ഇതാണ് കോൺടെസ്റ്റ്. അപ്പോൾ സന്നിധി സംഘം അദ്ദേഹത്തെ വിചാരണ ചെയ്യുകയാണ്. ഇവനെ പേരിലെ ആരോപണങ്ങൾ, നസറനായി യേശു ഈ സ്ഥലം നശിപ്പിച്ച് മോശ തന്ന് കൽപ്പിച്ചു തന്ന മര്യാദകളെ മാറ്റിക്കളയുമെന്ന് അവൻ പറയുന്നത് ഞങ്ങൾ കേട്ടു. പക്ഷേ ന്യായാധിസംഭവത്തിൽ ഇരുന്നവർ അവൻ നോക്കിയപ്പോൾ അവൻ്റെ മുഖം കോപിഷ്ഠനായിരുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ പ്രസാദപൂർണമായിരിക്കുന്നതാണ് അവർക്ക് കാണാൻ സാധിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഇതാണ് പ്രസംഗത്തിൻ്റെ ഈ കോൺടെസ്റ്റ്. അപ്പോൾ മഹാപുരോഹിതനോ അല്ലെങ്കിൽ സന്നിധി സംഘത്തിലെ ഒരാളോ ചോദിക്കുകയാണ്, നിനക്ക് നിൻ്റെ കാര്യം പറയാം എന്ന് അദ്ദേഹത്തിൻ്റെ സെൽഫ് ഡിഫെൻസിന് വേണ്ടി പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള സാഹചര്യം കൊടുക്കുക. ഇതുള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചതിന്, മഹാപുരോഹിതനാണ് ചോദിക്കുന്നത് നേരിട്ട്. അവൻ പറഞ്ഞത്, ദേവാലയം നശിപ്പിക്കുമെന്ന് പറയുന്നത് ഞങ്ങൾ കേട്ടു എന്നാണ് പറയുന്നത്. എന്നാൽ ഇദ്ദേഹം പറയുന്നത്, നമ്മുടെ പിതാക്കന്മാരായ പുരുഷന്മാരെ കേൾപ്പീൻ, നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കുന്നതിന് മുമ്പ് മെസ്സൊപ്പൊത്താമയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമന്നായ ദൈവത്തിന് പ്രത്യക്ഷനായി. ദൈവത്തിന് പ്രത്യക്ഷപ്പെടാൻ ഒരു വിശുദ്ധ സ്ഥലത്തിന് ആവശ്യമില്ല. ഹാരാൻ ഇസ്രായേൽ പ്രദേശത്തുള്ളതല്ല. എന്നാൽ ഹാരാനും അപ്പുറത്ത് മെസ്സൊപ്പൊത്താമിയ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇറാഖിൽ അബ്രഹാം പാർക്കുന്ന സമയത്ത് തേജോപൂർണനായ ദൈവം അവന് പ്രത്യക്ഷനായി. ദൈവം ഒരു പ്രത്യേക സ്ഥലത്തോ ഒരു പ്രത്യേകമായി ഒരുക്കപ്പെട്ട സ്ഥലത്തോ ഇരിക്കണമെന്നില്ല. വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന മെസ്സൊപ്പൊത്താമിയയിൽ തേജോമന്നായ ദൈവം പ്രത്യക്ഷനായി അവതരിപ്പിക്കുകയാണ്. എന്നിട്ട് ഇങ്ങോട്ട് അവതരിപ്പിച്ച് വരുമ്പോൾ പറയുകയാണ്, ഈ ദേശത്ത് കൊണ്ടുവന്ന് പാർപ്പിച്ചു, അവൻ്റെ സന്തതി അന്യദേശത്തെ ചെന്ന് പാർക്കും, ആ ദേശക്കാർ അവനെ അടിമയായി 400 സംവത്സരം പീഡിപ്പിക്കുമെന്നും ദൈവം കൽപ്പിച്ചു. 6-ാം വാക്യത്തിൽ പറയുകയാണ്. ഇസ്രയേലിൻ്റെ ഒരു സംക്ഷിപ്തമായ ചരിത്രം ഈ 7-ാം അധ്യായത്തിൽ സ്തെഫാനോസ് ആത്മനിറവിൽ സംസാരിക്കുകയാണ്. അപ്പോൾ യഹൂദന്മാരുടെ ചരിത്രം നന്നായിട്ട് അറിയാം ഈ മേശയിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ദൈവദാസന്. അബ്രഹാമിൻ്റെ വിളി തൊട്ട് വേർപാട് തൊട്ട് അവരുടേതല്ലാത്ത ദേശം ഈജിപ്തിലേക്ക് ചെന്ന് പാർക്കുന്നതും 400 വർഷങ്ങൾക്ക് ശേഷം മോശ മുഖാന്തരം അവിടെ വിടുവിക്കുന്നു. അതിനു മുമ്പായിട്ട് യോസഫിനെ അവിടേക്ക് അയക്കുന്നു. യോസഫിന് ദൈവം ഈ മിസ്രയീം ദേശത്ത് അന്യദേശത്ത് അവനെ സഹായിച്ചു. അപ്പോൾ ദൈവത്തിന് സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും അന്യദേശം പ്രശ്നമല്ല. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ജനത്തെ വിടുവിപ്പാനായിട്ട് ഒരുവനെ എഴുന്നേൽപ്പിച്ചു. മോശയുടെ ചരിത്രം അവിടെ പറയുകയാണ്. മോശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെടുന്നത് ഇസ്രായേൽ ദേശത്തല്ല, മിദ്യാന്യരുടെ ദേശത്താണ്. തൻ്റെ അമ്മായിപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് മിദ്യാന്യരുടെ ദേശത്ത് ദൈവം പ്രത്യക്ഷനായി. ദൈവത്തിന് പ്രത്യക്ഷപ്പെടാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു വിശുദ്ധ സ്ഥലമെന്നറിയപ്പെടുന്ന യെരുശലേമിൻ്റെയോ യെരുശലേം ദേവാലയത്തിൻ്റെയോ ആവശ്യമില്ല എന്നുള്ള ഹിഡൻ മെസ്സേജ് ശക്തമായ ഭാഷയിൽ സ്തെഫാനോസ് പ്രസ്താവിക്കുക. സ്തെഫാനോസ് ഇത് പ്രസ്താവിക്കുന്ന ആത്മനിറവില്ല, ഒരു ചൈതന്യം അദ്ദേഹത്തിൽ വിളങ്ങി. നമ്മൾ കണ്ടു 6-ാം വാക്യത്തിൻ്റെ അവസാനത്തിൽ ന്യായസംഘത്തിൽ ഇരുന്നവർ എല്ലാവരും അവനെ ഉറ്റുനോക്കി. അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ അവർ കണ്ടു എന്ന് എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മളിന്ന് വായിച്ച വേദഭാഗം 17-ാം വാക്യമാണ്. ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത വാഗ്ദത്തകാലം അടുത്തപ്പോൾ ജനം മിസ്രയീമിൽ വർദ്ധിച്ചു പെരുകി. നമുക്കറിയാം, എബ്രായരുടെ കണക്കനുസരിച്ച് 70 പേരും, അത് ഹീബ്രുവിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത് 70 പേര് ഈജിപ്തിൽ ചെന്ന് പാർത്തു. എന്നാൽ നമ്മുടെ 72 പേര് കൂടിയിരുന്ന് എഴുതിയ പുസ്തകം ഉണ്ടല്ലോ, ഈ ഗ്രീക്കുകാർ കൂടിയിരുന്ന് എഴുതിയ പുസ്തകം സെപ്റ്റുജൻറ്റ്. ആ സെപ്റ്റുജൻറ്റിൻ്റെ എഴുതിയിരിക്കുന്നത് 75 പേരുണ്ടായിരുന്നു. ആ 75 പേരെ കൂട്ടുമ്പോൾ അവർ എബ്രായർ എഴുതുമ്പോൾ ഈജിപ്തിലേക്ക് പോയ, കനാൻ ദേശത്തു നിന്ന് പോയ 70 പേരെയാണ് പറയുന്നത്.
എന്നാൽ സെപ്റ്റിജൻറ്റിൽ പറയുന്നത് ജോസഫിനെ കൂട്ടുന്നുണ്ട്, ജോസഫിൻ്റെ വൈഫ്, പിള്ളേർ, ഇവരെ എല്ലാം കൂടെ കൂട്ടുന്ന 2 ആൺപിള്ളേരുടെ പേര് പറയുന്നുണ്ട്. എന്നാൽ കൽദയരുടെ ദേശത്ത് വരുമ്പോൾ 75 പേരുണ്ടായിരുന്നു എന്നാണ്, അല്ല, ഈജിപ്തിൽ ചെല്ലുന്നവരെ 75 പേരായിരുന്നു എന്ന് സെപ്റ്റിജൻറ്റിൽ എഴുതിയിട്ടുണ്ട്. രണ്ടും കറക്റ്റ് കണക്കാണ്. കാരണം ഈജിപ്തിലേക്ക് പോയവരുടെ എണ്ണം എബ്രായ എഴുത്തുകളിലും സെപ്റ്റിജൻറ്റിൽ അവിടെ ഉണ്ടായിരുന്ന 5 പേര്, ജോസഫ്, ഭാര്യ, 2 ചെറുക്കന്മാർ എബ്രഹിം, മനാശെ, ഒരു മോളൂടെ ഉണ്ടായിരുന്നിരിക്കും. അത് ബൈബിളിൽ എഴുതിയിട്ടില്ല. 5 പേരെ കൂടെ അവിടെ ചേർത്തിട്ടുണ്ട്. ഈ കണക്കാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ കാലം ആയപ്പോൾ, ദൈവത്തിനൊരു കാലമുണ്ട്. അബ്രഹാമിനോട് പറഞ്ഞു 400 വർഷങ്ങൾക്ക് ശേഷം അവരെ മടക്കിയായി വരുത്തും. എക്സാക്റ്റ് 430 വർഷമായപ്പോൾ അവരെ മടക്കി ഇസ്രയേലിൽ എത്തിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു, മോശയുടെ നേതൃത്വത്തിൽ. പുറപ്പാട് പുസ്തകം 2 തൊട്ട് 3, 2, 3, 4 ഈ അധ്യായങ്ങളിൽ നമ്മൾ വായിച്ചാൽ മനസ്സിലാക്കുന്നത് ഈ മോശയെ ദൈവം ഒരുക്കുന്നതാണ്. തൻ്റെ ജനത്തെ വിടുവിക്കേണ്ടതിന് വേണ്ടി മോശയെ എഴുന്നേൽപ്പിക്കുന്നു. മോശ 40 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വെളിപ്പാടുണ്ടായി. എൻ്റെ ജനമാണ് ഇസ്രായേൽ ജനം, എനിക്കവരെ വിടുവിക്കണം. അദ്ദേഹം കടന്നു ചെന്ന് ഒരു ഇസ്രായേലിനോട് പോരാടിയ ഈജിപ്ഷ്യക്കാരനെ അടിച്ച് കൊന്നു. അപ്പം എബ്രായർ മനസ്സിലാക്കണം, ഞാൻ നിങ്ങളുടെ രക്ഷിതാവാണ്, ഞാൻ നിങ്ങളെ വിടുവിക്കാൻ പോവുകയാണ്. എന്നാൽ അടുത്ത ദിവസം 2 എബ്രായർ തമ്മിൽ ഫൈറ്റ് ചെയ്തപ്പോൾ മോശ എവിടെയൊക്കെ കടന്നു ചെന്നപ്പോൾ അവർ ഇതും പറഞ്ഞു, നിന്നെ ഞങ്ങൾക്ക് ന്യായാധിപനാക്കി വെച്ചത് ആരാ? ഇന്നലെ ഈജിപ്തുകാരനെ കൊന്നതുപോലെ എന്നെയും കൊല്ലാൻ നീ ശ്രമിക്കുകയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരാളെ കൊന്ന വിവരം പരസ്യമായി എന്നുള്ള വിവരം മോശയ്ക്ക് പിടികിട്ടി. ഈജിപ്തിൻ്റെ സ്ട്രിക്റ്റ് നിയമമാണ്, ഏത് ഉന്നത പൊസിഷനിലിരിക്കുന്നവനും ഒരുവനെ കൊന്നാൽ ഗവൺമെൻറ്റിൻ്റെ ആവശ്യത്തിനല്ലാതെ, അല്ലെ രാജ്യമായ യുദ്ധത്തിലല്ലാതെ ഒരാളെ കൊന്നാൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം. അതേത് വലിയ പുള്ളിയായാലും പ്രിൻസ് ആയാലും. ഈജിപ്തിൻ്റെ പ്രിൻസായിട്ടിരിക്കുകയാണ് സഹോദരിപുത്രനായ ഫറവോയുടെ സഹോദരിപുത്രനായ മോശ. പ്രിൻസ് ആയാലും അവന് ശിക്ഷയുണ്ട്, മരണശിക്ഷ അനുഭവിക്കണം. അതുകൊണ്ടാണ് അദ്ദേഹം ഓടുന്നത് മിദ്യാനി ദേശത്തിലേക്ക്. നമുക്ക് പിന്നീട് അറിയാം, സിപ്പോറയെ വിവാഹം കഴിച്ചു, അവിടെ പാർക്കുകയാണ്. ആ സമയത്താണ് ദൈവം 40 വർഷം ഇവനെ ഒരു ഇടയനായിട്ട് ആക്കുകയാണ്. യത്രോയുടെ ആടുകളെയൊക്കെ മേയിച്ചു പോവുക. നിങ്ങൾ മനസ്സിലാക്കണം, അന്നത്തെ സൂപ്പർ പവറാണ് ഈജിപ്റ്റ്. ഇന്ന് അമേരിക്കയ്ക്ക് സ്ഥാനമുള്ളതുപോലെ അന്ന് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ രാജ്യം, പവറായിട്ടുള്ളത് ഈജിപ്റ്റാണ്. ആ ഈജിപ്തിൻ്റെ പ്രസിഡൻ്റ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രസിഡൻ്റ് എന്ന് പറഞ്ഞാൽ പോരാ, അതിൻ്റെ എംപറർ ആയിരിക്കുന്ന ഫറോയുടെ അനന്തരൻ പ്രിൻസ്. ഈ പ്രിൻസായി സകല റോയൽ സ്പ്ലണ്ടറിലും വളർന്നു വന്നവനാണ് മോശയെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ മോശ മിദ്യാന് ദേശത്ത് ഒരു പുരോഹിതനായിരുന്ന യത്രോവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് നടക്കുമ്പോൾ എന്തോ ഒരു ക്ഷീണം അവിടെ ഉണ്ടാകുന്നത്. മാനസികമായി എത്ര തകർച്ച സംഭവിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഈജിപ്തിൻ്റെ ചിന്താഗതിയിലും മനോഭാവത്തിലും ഒരു ആട്ടിടയൻ എന്ന് പറയുന്നത് വളരെ പുച്ഛമായ ഒരു കാറ്റഗറിയാണ്. ആ ജോലിയാണ് ഇപ്പം മോശ ചെയ്യുന്നത്. നമുക്കറിയാം, ഈജിപ്തിൻ്റെ സകല ജ്ഞാനത്തിലും വളർന്നവനാണ് മോശ. വാക്കിലും പ്രവൃത്തിയിലും ശക്തനായിരുന്നു മോശ. എന്ന് പറഞ്ഞാൽ ഏറ്റവും സൂപ്പർ ഇൻ്റലിജൻ്റായിട്ട്, ശക്തിയോടും പവർഫുള്ളായിട്ടും, ജന്മനാ തന്നെ ദിവ്യ സൗന്ദര്യവും ശോഭയുള്ളവനായിരുന്നു മോശ. അങ്ങനെയുള്ള മോശ 40 വർഷം ആട്ടിടയനായിട്ട് ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാനസിക തകർച്ച, ഫിസിക്കലായിട്ടും വീക്ക്നെസ് ഉണ്ടായിരുന്നിരിക്കാം, അതിനേക്കാൾ മാനസികമായ തകർച്ചയ്ക്കാണ് ഇവിടെ പ്രാധാന്യം. ദൈവം ഒരു മനുഷ്യനെ ഉപയോഗിക്കുന്നതിന് മുമ്പ് അവനെ ഒന്ന് തകർക്കും, ഉടയ്ക്കും. ഉടയാത്ത ഒരുവനും ദൈവസന്നിധിയിൽ ശോഭിതനായിട്ടില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാനസികമോ ശാരീരികമായ ക്ഷീണം വരുമ്പോൾ നമ്മളതിനെ പുച്ഛിച്ച് കളയേണ്ട ആവശ്യമില്ല. അത് നമ്മളെ ശക്തീകരിക്കാനും ദൈവത്തിന് ഉപയോഗിക്കാനുള്ള പാത്രമായി തീരേണ്ടതിനും ദൈവം ഒരുക്കുന്ന സാഹചര്യമെന്ന് ഗ്രഹിച്ചാൽ മതി.
ഈ തകർക്കപ്പെട്ട മോശ ദൈവത്തോട് പറയാണ്, അല്ലല്ല നീ പോകണമെന്ന് ദൈവം പറയുമ്പോൾ മോശ പറയും, എന്നെ വിടണ്ട. 40 കൊല്ലത്തിന് മുമ്പ് ഞാനൊന്ന് പോയതാ. എൻ്റെ തിക്ത അനുഭവങ്ങൾ എനിക്കറിയാം. നിന്നെ ഞങ്ങളുടെ നേതാവാക്കി വെച്ചത് ആരാണെന്ന് ചോദിച്ച് ജനമാണ് യഹൂദജാതി. എനിക്ക് സംസാരശേഷിയില്ല. വാക്കിലും പ്രവൃത്തിയിലും ശക്തനായിരുന്നെന്നാണ് നേരത്തെ എഴുതിയിരിക്കുന്നത്. ഇവിടെ മോശ പറയുകയാണ്, എനിക്ക് തടിച്ച നാവുള്ളവനാ. കഴിഞ്ഞ 40 കൊല്ലമായിട്ട് ഞാൻ മനുഷ്യരോടൊന്നും സംസാരിക്കുന്നില്ല കാര്യമായി. തടിച്ച നാവുള്ളവനാ, വിക്കനാ, ഞാൻ ബലഹീനനാ, എന്നെ അവർ കൈക്കൊള്ളത്തില്ല, എന്നെ വിടണ്ട. ദൈവം ചോദിക്കട്ടെ, ഊമരെയും ചെകിടരെയും ഒക്കെ സൃഷ്ടിച്ചത് ആരാ? ഞാനല്ലയോ? ഞാൻ നിന്നോടുകൂടി ഇരിക്കും, ഞാൻ നിന്നിലൂടെ പ്രവർത്തിക്കും. ഈ യാക്കോബിനോട് യാബോക്ക് നദീതീരത്ത് ദൈവം മല്ലിടിച്ചെന്ന് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ മോശയോട് ദൈവം മല്ലിടുക. മോശ പറയുന്നത്, എനിക്ക് പോകണ്ട, എനിക്കിവർക്ക് ലീഡർഷിപ്പ് കൊടുക്കാനൊന്നും പറ്റത്തില്ല. ദൈവം പറയുന്നത്, നീ പോയേ പറ്റൂ, നീ അതിനുവേണ്ടി ജനിക്കപ്പെട്ടവനാ. നമ്മുടെ ദൈവം രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാൻ ഉദ്ദേശിച്ചെങ്കിൽ ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പ്ലാനുണ്ട്, പദ്ധതിയുണ്ട്, കാര്യപരിപാടിയുണ്ട്. നമ്മൾ എത്ര തെറ്റി ഒഴിയാൻ ശ്രമിച്ചാലും ദൈവത്തിന് നമ്മളോട് ദ്വന്ദ്വയുദ്ധം ചെയ്ത് പറയാനുള്ളത്, കുഞ്ഞെ നിന്നെ വിളിച്ചിരിക്കുന്ന വെറുതെ അല്ല, എൻ്റെ സാക്ഷ്യം വഹിക്കാനാണ്. നമ്മൾ പലപ്പോഴും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും. നമ്മുടെ ജീവിതത്തിൽ വരുന്ന അപജയങ്ങളെന്നും തോന്നുന്ന, പരാജയങ്ങളെന്ന് തോന്നുന്ന, നമ്മുടെ ജീവിതത്തിലെ ബലഹീനത എന്ന് തോന്നുന്ന എല്ലാ വിഷയങ്ങളെയും തൻ്റെ നാമമഹത്വത്തിനായിട്ട് ഉപയോഗിക്കാൻ സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതത്തിലൂടെ ദൈവത്തിന് സാധിക്കും. നമ്മളെ കൈവിടുന്ന ഒരു ദൈവം അല്ല ദൈവം എന്ന് നമ്മൾ മനസ്സിലാക്കണം. 18ഉം 19 വാക്യം ഒന്ന് വായിച്ചാട്ടെ, ഇന്ന് നമ്മൾ വായിച്ച വേദഭാഗത്തിൻ്റെ. അത് തന്നെ, അവൻ നമ്മുടെ വംശത്തോട് ഉപായം പ്രയോഗിച്ചു, നമ്മുടെ പിതാക്കന്മാരെ പീഡിപ്പിച്ചു, അവരുടെ ശിശുക്കൾ ജീവനോട് ഇരിക്കരുതെന്ന് വെച്ച് അവരെ പുറത്തിടുവിച്ചു എന്ന് പറഞ്ഞാൽ നൈൽ നദിയിലിടുവിച്ചു. ആ കാലത്ത് മോശ ജനിച്ചു, ദിവ്യ സുന്ദരനായിരുന്നു. അവനെ 3 മാസം അപ്പൻ്റെ വീട്ടിൽ പോറ്റി. ഞാനിനി ചരിത്ര സംഭവങ്ങളൊന്നും പറയുന്നില്ല. മെസ്സേജ് പറയാനുള്ള സ്പീഡിന് വേണ്ടിയും ഒക്കെ ആയിട്ട് ഞാൻ ഈ വാക്യങ്ങളെല്ലാം വായിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പുറപ്പാടിൻ്റെ 4-10 തൊട്ടുള്ള 12 വരെയുള്ള വേദഭാഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഈ ദൈവം അവനോട് വാഗ്വാദം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവന് പറയാനുള്ളത് ഇതാണ്, എന്നെ അവർ ധിക്കരിച്ചവരാ, എനിക്ക് പോകണ്ട. ഇതാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. നിന്നെ ഞങ്ങൾക്ക് അധികാരിയും ന്യായകർത്താവുമാക്കിയത് ആരാണെന്നാണ് 7:23 തൊട്ട് 27 വരെയുള്ള ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത്. മോശയ്ക്ക് നേരിട്ട പ്രശ്നമാണ്. നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ നമ്മളതെല്ലാം കാണുന്നില്ല ആ ഭാഗങ്ങളിൽ. എന്നാൽ ദൈവാത്മ നിറവിൽ ഈ പുസ്തകം എഴുതുമ്പോൾ ഇവിടെ അത് നമ്മൾ തെളിഞ്ഞു കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇതിൻ്റെ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ ഇതേക്കുറിച്ച് എബ്രായ ലേഖന കർത്താവ് പറയുന്നുണ്ട്. അതിൻ്റെ 24 തൊട്ട് 26 വരെയുള്ള ഭാഗങ്ങളിൽ ആ ഭാഗം നമുക്കൊന്ന് വായിക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായം 24 തൊട്ട് 26 വരെയുള്ള വേദശാലങ്ങൾ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈജിപ്തിൽ മര്യാദയ്ക്ക് ഫറോയ്ക്ക് കീഴ്പ്പെട്ടൊരു സാധാരണ മനുഷ്യനെ പോലെ ജീവിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അടുത്ത ഫറോ ആകായിരുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, അതെങ്ങനെയാണ് സാധിക്കുന്നത്? ഈജിപ്തിലെ ഒരു കാലത്ത് ഈ ഇന്ത്യയിലെ പഴയ ഹിന്ദുക്കളുടെ രീതിയായിരുന്നു എന്ന് പറഞ്ഞാൽ മരുമക്കത്തായം. സഹോദരി പുത്രനാണ് അടുത്ത ലീഡറായിട്ട് വരേണ്ടത്, മക്കളല്ല. അങ്ങനെയുള്ള ഒരു നിയമമാണ് ഈജിപ്തിൽ നിലനിന്നത്. അതുകൊണ്ട് സഹോദരിയുടെ വളർത്തുപുത്രൻ മൂത്ത ആളാണ്. ഇവനാണ്
അടുത്ത ഫറോ ആയി തീരേണ്ടത്. എന്നാൽ ഈജിപ്തിൽ തനിക്കുണ്ടാകാവുന്ന ഫറോ വരെ ആകാവുന്ന സാഹചര്യം, അല്ലെങ്കിൽ തന്നെ മിലിറ്ററിയുടെ ജനറലായിരുന്നെന്നാണ് മറ്റ് ചരിത്രരേഖകൾ പറയുന്നത്. അദ്ദേഹം മിലിറ്ററിയുടെ ഏറ്റവും വലിയൊരു ലീഡറായിരുന്നു. അങ്ങനെയുള്ള ഈ വ്യക്തി ആ പൊസിഷനേക്കാൾ ദൈവജനത്തിൻ്റെ നിന്ന ഏറ്റെടുക്കുകയാണ്. ക്രിസ്തുവിൻ്റെ നിന്ന എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് എബ്രായ ലേഖനത്തിൽ. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ വിചാരങ്ങളെല്ലാം ഉള്ളതുപോലെ എല്ലാവരും അറിയണമെന്നില്ല. ദൈവത്തോട് നമുക്കുള്ള മനോഭാവം, ദൈവത്തിന് വേണ്ടി ആയിത്തീരണമെന്നുള്ള സമർപ്പണം, പ്രവർത്തിക്കണമെന്നുള്ള ആഗ്രഹം മനുഷ്യർക്കെല്ലാം അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്കും ദൈവത്തിനുമേ അത് അറിയൂ. അതുപോലെ എല്ലാ വിചാരങ്ങളും വികാരങ്ങളും ദൈവത്തിനും മനുഷ്യർക്കും അറിയാം, മറ്റുള്ളവർക്ക് അറിയണമെന്ന് നിർബന്ധമില്ല. എന്നാൽ മോശ വളരെ സംഘർഷത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. ദൈവം മോശയോട് പറഞ്ഞു, ടേക്ക് ഓഫ് യുവർ ഷൂസ്. ടേക്ക് ഓഫ് യുവർ ഷൂസ് എന്നുള്ളത് നമുക്കറിയാം അതിൻ്റെ അർത്ഥം എന്താണെന്ന്. നമ്മൾ രൂത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ബോവസിനെ കൂടാതെ കൂടുതൽ അടുത്ത ഒരു ഫാമിലി റിലേറ്റീവ് ഉണ്ട് ഈ രൂത്തിനെ സ്വീകരിക്കാൻ, ഭർത്താവായി സ്വീകരിക്കാൻ. എന്നാൽ ആ വ്യക്തിക്ക് അതിന് മനസ്സില്ല. എന്ത് കാരണത്താലാണെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഒരു അന്യജാതിക്കാരിയായ ഒരു സ്ത്രീയാണ്, അതുകൊണ്ട് എന്നൊക്കെ നമുക്ക് വേണേൽ വ്യാഖ്യാനിക്കാം. എന്തായാലും അത് നടക്കുകയില്ല. അപ്പോൾ അന്നത്തെ നിയമം പറയുകയാണ്, നിൻ്റെ കാലിലെ ചെരുപ്പ് ഊരാൻ പറഞ്ഞു. ആ ചെരുപ്പ് ഊരിയിട്ട് ബോവസിന് കൊടുക്കാൻ പറഞ്ഞു. ആ ബോവസ് അവൻ ചെരുപ്പൂരി എന്ന് പറഞ്ഞാൽ ചെരുപ്പ് ഊരുന്നത് തൻ്റെ ആ റൈറ്റ് അവൻ വേറൊരാൾക്ക് വിട്ടുകൊടുക്കുകയാണ്. ഇതേ ഒരു പ്രക്രിയയാണ് ഇവിടെ ദൈവം മോശയോട് പറയുന്നത്. നീ നിൽക്കുന്ന ഗ്രൗണ്ട് ഹോളിയാണ്, നിൻ്റെ ചെരുപ്പിൻ്റെ വാറൂരി മാറ്റി വിടാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇനിയും തൊട്ട് നിൻ്റെ കാര്യം നടത്താൻ പോകുന്ന നീയല്ല, ഞാനത് ഏറ്റെടുക്കാൻ പോവുകയാണ്. മോശയെ കൊണ്ട് പിന്നെ നടത്തിക്കുന്നതൊന്നും മോശയുടെ സ്വന്തം ഐഡിയയിലല്ല, ദൈവത്തിൻ്റെ ഹിതത്തിൽ നിറവേറപ്പെടുകയാണ്. അവൻ്റെ ചെരുപ്പ് വരുന്നു, ദൈവം അവനിലേക്ക് ശക്തി പകരുകയാണ്. ദൈവം പറയുകയാണ്, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കേട്ടു, കരച്ചിൽ ഞാൻ കേട്ടു, അവരുടെ കഷ്ടത ഞാൻ കണ്ടു, അവരെ വിടുവിപ്പാനായിട്ട് നീ പോകണം. നിയോഗമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മളിവിടെ കാണുന്നത് ഒരു പ്രത്യേക സ്ഥലത്തിന് പ്രാധാന്യമൊന്നുമില്ല. ഞങ്ങൾ യെരുശലേമിൽ ചെന്നു, ഒരു ഇസ്രയേലിൽ പോയി ഒരു കാലത്ത്. ഇസ്രയേലിൽ ചെന്നപ്പോൾ അവിടുത്തെ വെസ്റ്റേൺ വാളുണ്ട്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം വെസ്റ്റേൺ വാൾ ഒരു വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് പഴയ യെരുശലേം ദേവാലയം നിലനിന്നിരുന്നത്. 2000-ൽ പരം വർഷങ്ങൾ പഴക്കമുള്ള ഒരു വാളാണത്. അതിനൊരുപാട് ഹോളൊക്കെ ഉണ്ട്. യഹൂദന്മാരുടെ വലിയ പ്രമാണികളൊക്കെ അവിടെ വന്ന് തല ഇങ്ങനെ കുനിച്ച് ഇങ്ങനെ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് അവരുടെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെല്ലാം ഒരു കടലാസിലെഴുതി അവരതിനടുത്തുള്ള ഹോളിലൊക്കെ കയറ്റി വെക്കും. അതിൻ്റെ അർത്ഥം അവർ വിശ്വാസത്തോടുകൂടെ ഈ പ്രാർത്ഥനാപേക്ഷകൾ പേപ്പറിൽ കുറിച്ച് അവിടെ വെച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടെന്നാണ് അവരുടെ വിശ്വാസം. ഒരു ഹോളിയായിട്ട് അവർ കണക്കാക്കുന്നത് അവിടെ. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അല്ല ഹോളി. യെരുശലേമിൽ പോകുന്നതോ വെയിലിംഗ് വാളിൽ തലയിട്ടടിക്കുന്നതോ അല്ലെങ്കിൽ അവിടെ പ്രാർത്ഥന റിക്വസ്റ്റ് വെക്കുന്നതോ ഒന്നും നമുക്ക് പ്രാധാന്യം അർഹിക്കുന്നതല്ല. ഏത് സ്ഥലവും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ള സന്ദേശമാണ് ഈ ദൈവദാസനിലൂടെ അവിടെ അറിയിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യം, വേറെ വേദഭാഗം വായിപ്പാൻ ഞാൻ നിങ്ങളെ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം എടുത്താട്ടെ. അതിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 11 തൊട്ടുള്ള വേദഭാഗങ്ങൾ വായിക്കാം. 17-ന്റെ 11 തൊട്ടുള്ള വേദഭാഗം. ലോകം അവരെ പകച്ചു. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല
കാത്തുകൊള്ളണമെന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. ഞാൻ ലൗകികനല്ലാത്ത പോലെ അവരും ലൗകികന്മാരല്ല. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. നിന്റെ വചനം സത്യമാകുന്നു. സ്തോത്രം. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഇവരെ സ്വർഗത്തിലേക്ക് അങ്ങ് എടുത്തോണേ എന്നല്ല ദൈവത്തെ പിതാവിനോട് പുത്രൻ അപേക്ഷിക്കുന്നത്. നീ എന്നെ ലോകത്തിൽ അയച്ചു, അതുപോലെ ലോകത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ട ഈ ദൈവമക്കളെ ഞാൻ ഈ ഭൂമിയിൽ തന്നെയാണ് വെക്കുന്നത്. നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. നമ്മളെ ഈ ലോകത്തിൽ തന്നെ പാപം, ശത്രു, ദോഷം, വഷളത്വം ഒക്കെ ഉള്ള ഈ ഭൂമിയിൽ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുക കർത്താവിൻ്റെ അംബാസഡേഴ്സ് ആകാൻ. ആ സാഹചര്യങ്ങളെ മാറ്റാനായിട്ട് കർത്താവ് പിതാവിനോട് അപേക്ഷിക്കുന്നില്ല. പിന്നെന്താണ് പറയുന്നത്? നീ ലോകത്തിലേക്ക് എന്നെ നിയോഗിച്ചു, ജഡം തന്ന ഈ ഭൂമിയിലേക്ക് ആക്കിയെങ്കിൽ ഞാൻ ഇവരെയും ഈ ലോകത്തിൽ നിന്ന് വേർതിരിച്ച് എൻ്റെ ആത്മാവിനാൽ നിറച്ച് അവരെ ഈ ലോകത്തിൽ തന്നെയാണ് ആക്കുന്നത്. ഞാനിത് പറയുന്നത് ഞാൻ ഉൾപ്പെടെ നിങ്ങളെ ഓരോരുത്തരോടുമാണ്. ഈ ലോകത്തിൽ നിന്ന് നമ്മെ ദൈവം വേർതിരിച്ചു, പുതിയൊരു ഹൃദയം തന്നു, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും ആത്മാവിൻ്റെ നിറവും തന്നു. ഈ ലോകത്തേക്ക് തന്നെ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നു. എന്തിന്? കർത്താവിൻ്റെ സാക്ഷ്യം വഹിപ്പാൻ. കർത്താവിൻ്റെ പത്രമായി നാമുമായി ഇടപെടുന്നവർ നമ്മെക്കുറിച്ച് ഗ്രഹിക്കുവാൻ, മനസ്സിലാക്കുവാൻ. അവിടെ കർത്താവ് പറയുന്ന ചില കാര്യങ്ങളുണ്ട് പിതാവുമായിട്ടുള്ള കോൺവെർസേഷനിൽ. ഒന്ന്, നമുക്കൊരു ഐക്യതയുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഐക്യതയുള്ളതാണ്, ട്രൈ യൂണിറ്റിയാണ്. അതുപോലെ ഇവർ നമ്മിലോ ഒന്നാകണം. ഇവർ തമ്മിലും ദൈവികമായ ബന്ധത്തിൽ ഇവർക്കൊരു യൂണിറ്റി വേണം. ഹല്ലേലൂയ. രണ്ട്, ഇവർ ലോകത്തിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ഇവർക്കെതിരെ പോരാട്ടമുണ്ട്. ശത്രുവിൻ്റെ പക്ഷത്ത് നിന്ന്, ശത്രുവിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളണം, ഇവരെ കാത്തുകൊള്ളണം, പ്രൊട്ടക്റ്റ് ചെയ്യണം. അങ്ങനെ സന്തോഷം പൂർണ്ണമാക്കണം. അതാണ് ദൈവത്തിൻ്റെ സന്തോഷം. നമ്മൾ ദൈവസന്നിധിയിൽ പരസ്പരം യൂണിറ്റിയോടും സ്നേഹത്തോടും ദൈവമായിട്ടുള്ള സഹിത്വത്തിൽ ഇരിക്കുന്നതാണ് ദൈവത്തിൻ്റെ സന്തോഷം. അതായിരിക്കണം നമ്മുടെ സന്തോഷവും പൂർണ്ണമാകപ്പെടുന്നത് എന്നുള്ളതാണ് അവിടെ കാണുന്നത്. എന്നിട്ട് പറയുന്നതാണ്, ഞാൻ എൻ്റെ വചനം അവർക്ക് കൊടുത്തിരിക്കുന്നു. ഞാൻ ദൈവവചനം അവർക്ക് കൊടുത്തിരിക്കുന്നു. അവർ ലൗകികന്മാർ അല്ല. നമ്മൾ ലോകത്തിലാണെങ്കിലും ലോകക്കാരല്ല, ലൗകികരല്ല. അല്ല, അവർ ലോകക്കാരല്ലാത്തത് കൊണ്ട് ലോകം അവരെ പകയ്ക്കും. അതുകൊണ്ട് ദുഷ്ടനായ പിശാചിൻ്റെ കയ്യിൽ നിന്ന് അവരെ വിടുവിക്കണം, വചനത്താൽ അവരെ ശുദ്ധീകരിക്കണം. ഇതാണ് ആ പ്രാർത്ഥനയിൽ, അല്ലെങ്കിൽ പിതാവുമായിട്ടുള്ള കോൺവെർസേഷനിൽ കർത്താവ് പിതാവുമായിട്ട് കോൺവെർസേഷൻ ചെയ്യുന്നത്. നമ്മളെക്കുറിച്ച് എത്ര കരുതലുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. ഈ ലോകത്തിൽ തൻ്റെ അംബാസഡേഴ്സായിട്ട് ദൈവം ആക്കി വെച്ചിരിക്കുക. പ്രൈസ് ദ ലോർഡ്. അധികാരത്തോടെ നമ്മെ ആക്കി വെച്ചിരിക്കുക. നമ്മോട് കൂടെ നിൽക്കാൻ കർത്താവുണ്ട്, കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. നമുക്കൊക്കെ തകർക്കപ്പെട്ട അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരാം. എന്നാൽ തകർക്കപ്പെട്ട അവസ്ഥയിലുള്ളവരെ ആ ദൈവം ഉപയോഗിച്ചിട്ടുള്ളത്. ജോസഫ് ചെയ്യാത്ത ഒരു മഹാകുറ്റം തൻ്റെ മേൽ ചുമത്തുമ്പോൾ യോസഫിലുണ്ടാകുന്ന വിഷം എത്ര വലുതായിരിക്കും. മനുഷ്യനല്ലേ. ആ അപവാദമൊക്കെ കേൾക്കുമ്പം തകരുന്നൊരു ഹൃദയമുണ്ട്. ഇല്ലാത്ത, ചിന്തിക്കാത്ത, ഒരിക്കലും നിരൂപിക്കാത്ത ഒരു വലിയ തെറ്റ് തൻ്റെ മേൽ വിശ്വസ്തതയുള്ള പൊത്തിപ്പേറിൻ്റെ ദാസനായിരിക്കുന്ന തൻ്റെ മേൽ ആക്കി വെക്കുമ്പോൾ തകരുന്നൊരു ഹൃദയം യോസഫിനുണ്ടായി. അവനെ വിറ്റുകളയുവാൻ സഹോദരന്മാർക്ക് മനസ്സായി. അവനെ പൊട്ടക്കിണറ്റിലിട്ടത് മാത്രമല്ല, അവനെ അവർക്ക് ഇസ്മായേലിയർക്ക് വിറ്റു. അതിനുശേഷം ഇസ്മായേലിയർ കൊണ്ട് ഫറവോൻ്റെ ദാസനായ ഫറവോയുടെ ഒരു മിലിറ്ററി ലീഡറായിരുന്നു പൊത്തിപ്പേർ. ആ പൊത്തിപ്പേറിന് വിറ്റു. അറിയാത്ത തെറ്റിന് അദ്ദേഹത്തെ ജയിലിലിട്ടിരിക്കുക. തകരുമോ തകരത്തില്ലയോ? സഹോദരന്മാർക്ക് അവനെ വേണ്ട. പ്രൈസ് ദി ലോർഡ്. സഹോദരന്മാർക്ക് വേണ്ടാത്തത് കൊണ്ടാണ് ഇതൊക്കെ കാണിച്ചത്.
പൊട്ടക്കിണറ്റിലിട്ടതും വിറ്റതും ഈജിപ്തിലെത്താനും ഒക്കെ കാരണം. പക്ഷേ അവരുടെ രക്ഷയ്ക്ക്, അവരുടെ പ്രാണരക്ഷയ്ക്ക് ദൈവം അവർ തഴഞ്ഞ ജോസഫിനെ ഉപയോഗിച്ചു. നാം തകരപ്പെടുമ്പോൾ, നാം ബലഹീനരായിത്തീരുമ്പോൾ, നാം ക്ഷീണിതരായിത്തീരുമ്പോൾ, ഇല്ലാത്ത അപവാദങ്ങൾ നമ്മുടെ മേലെ ആക്കി വെക്കുമ്പോൾ, വേണ്ടപ്പെട്ടവർ റിജക്റ്റ് ചെയ്യുമ്പോൾ നാം ഗ്രഹിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വേണ്ട എന്ന് പറയുന്നവരുടെ മുമ്പിൽ നമ്മെ അവർക്ക് പ്രയോജനമുള്ളവരാക്കി തീർക്കുവാൻ ദൈവത്തിന് പ്രസാദമുണ്ട്. പ്രൈസ് ദി ലോർഡ്. സെയിം തിങ് അല്ലയോ നമ്മൾ കാണുന്നത് മോശയോടുള്ള ബന്ധത്തിൽ. മോശ അവരെ വിടുവിപ്പാനായിട്ടാണ് ഈജിപ്ഷ്യനെ കൊല്ലുന്നതും അടക്കം ചെയ്യുന്നതുമൊക്കെ. എന്നാൽ യഹൂദന്മാരെന്തുവാ പറയുന്നത്? നിന്നെ ഞങ്ങൾക്ക് ന്യായാധിപനാക്കി വെച്ചത് ആരെ? നിൻ്റെ കാര്യം നോക്കി ഞങ്ങൾക്ക് നിന്നെ വേണ്ടാന്ന് റിജക്റ്റ് ചെയ്യുക ചെയ്തത്. എന്നാൽ ഈ മോശയെ തന്നെ ദേശത്തുള്ള എല്ലാ കുടുംബത്തിൽ നിന്നും ആദ്യജാതന്മാർ നിഗ്രഹിക്കപ്പെടുമ്പോൾ, ഇസ്രയേലിൻ്റെ ഒരു പ്രജയ്ക്ക് പോലും ദോഷം വരാതെ വണ്ണം, ഒരു മൃഗത്തിന് പോലും കേടുവരാതെ വണ്ണം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ ഈ മോശയെ ദൈവം ഉപയോഗിച്ചു. അന്നത്തെ സൂപ്പർ പവറായ ഈജിപ്തിൻ്റെ തേരും തേരാളികളും തങ്ങളെ അനുഗമിക്കുമ്പോൾ, അല്ലെ അവരെ ഫോളോ ചെയ്ത് കൊല്ലാൻ ശ്രമിക്കുമ്പോൾ, സമുദ്രത്തിലൂടെ വഴി നടത്തി അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും അവരെ നിഗ്രഹിക്കാൻ വന്നവരെ ആ സമുദ്രത്തിൽ അടക്കം ചെയ്യുകയും ചെയ്യുവാൻ തക്കവണ്ണം മോശയെ ദൈവം ഉപയോഗിച്ചു. ഈജിപ്തിലൂടെ 40 സംവത്സരം ഈ ജനത്തെ, പിറുപിറുപ്പുള്ള മത്സരബുദ്ധിയുള്ള ഈ ജനത്തെ നയിച്ചു കൊണ്ടുപോകുവാൻ ദൈവം മോശയെ ഉപയോഗിച്ചു. പ്രൈസ് ദി ലോർഡ്. സ്തെഫാനോസ് ഈ കാര്യങ്ങളൊക്കെ എന്തിനാണ് ഇവരോട് പറയുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ നസ്രനായ യേശുവിനെ റിജക്റ്റ് ചെയ്തു. പ്രവാചകന്മാരെ മുഴുവൻ നിങ്ങൾ നിഷേധിച്ചു. അവരുടെ കൊലയാളികളെന്നുള്ള പേരിന് നിങ്ങൾ യോഗ്യതയുള്ളവരായി തീർന്നു. അവരുടെ രക്തം നിങ്ങൾ ചൊരിഞ്ഞതിൻ്റെ ആ പ്രതികാരം ദൈവത്തിങ്കിൽ നിന്ന് നിങ്ങൾക്കുണ്ടാകും. അതിലൊക്കെ ഉപരിയായി നിങ്ങളുടെ മെസ്സിഹയായി, രക്ഷിതാവായി കടന്നു വന്ന യേശുവിനെ നിങ്ങൾ റിജക്റ്റ് ചെയ്തു. ക്രൂശിക്ക ക്രൂശിക്ക എന്ന് നിങ്ങൾ ആക്രോശിച്ചു. അവനെ മരണത്തിന് നിങ്ങൾ വിധേയപ്പെടുത്തുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. എന്നാൽ നിങ്ങളെ രക്ഷിക്കുവാൻ ഈ നസ്രനായ യേശു മതിയായവനാണ്. നിങ്ങൾ റിജക്റ്റ് ചെയ്ത ഈ ഇസ്രായേൽ സമൂഹം വേണ്ട എന്ന് വെച്ച ഈ യേശുവിനെയാണ് ദൈവം കർത്താവും രക്ഷിതാവും ആക്കി വെച്ചിരിക്കുന്നത്. ആകയാൽ നിങ്ങൾ മാനസാന്തരപ്പെട്ടിട്ട് ദൈവഭാഗത്തേക്ക് വരണം, യേശുവിലൂടെ രക്ഷ പ്രാപിക്കണമെന്നുള്ള സന്ദേശമാണ് അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിലെ പ്രതിവാദ്യം. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തോട് നമുക്കും പറയാനുള്ളത് അതാ. ലോകം യേശുവിനെ വേണ്ടാന്ന് റിജക്റ്റ് ചെയ്യും. എന്നാൽ ലോകത്തെ യേശുവിന് വേണം. ഇന്ന് യേശുവിനെ വേണ്ട എന്ന് പറയുന്ന സമൂഹത്തോടൊക്കെ യേശുവിന് പറയാനുള്ളത്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. യേശുവിൻ്റെ ക്രൂശ് അതാ വിളിച്ചു പറയുന്നത് ലോകത്തോടെ. അവങ്കിലേക്ക് നോക്കി രക്ഷ പ്രാപിപ്പീൻ. നിങ്ങൾക്ക് പകരക്കാരനായി ക്രൂശിൽ യാഗമായി തീർന്ന ക്രിസ്തേശുവാണ് ലോകരക്ഷിതാവ്. ആകാശത്തിൻ്റെ കീഴിൽ യേശുവിൻ്റെ നാമമല്ലാതെ രക്ഷിക്കപ്പെടുവാൻ വേറൊരു നാമമില്ല. നിങ്ങൾ രക്ഷിക്കപ്പെടണം. ഇത് പറയുമ്പോൾ അത് വിശ്വസിക്കാത്തവരിൽ നിന്ന് ഉപദ്രവം ഉണ്ടാകും. മോശയെ റിജക്റ്റ് ചെയ്തതുപോലെ, അല്ലെങ്കിൽ ജോസഫിനെ സ്വന്തം സഹോദരന്മാർ റിജക്റ്റ് ചെയ്തതുപോലെ പറയുന്നവരെയൊക്കെ റിജക്റ്റ് ചെയ്യാൻ ഒത്തിരി ആൾക്കാരുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ സന്ദേശം ലോകത്തോട് പറയാതിരിക്കാൻ കഴിയത്തില്ല. ലജ്ജ വെടിഞ്ഞ് സ്തെഫാനോസ് ദൈവാത്മാവിൻ്റെ നിറവോടും ശക്തിയോടും കൂടി താൻ രക്ഷപ്പെടാൻ നോക്കുന്നേയില്ല. അവിടെ നിങ്ങൾ പ്രവാചകന്മാരെ കൊന്നു, അവരുടെ എല്ലാം രക്തം നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അറിയാം എന്നെ ഇവർ കൊല്ലാൻ പോവുകയാണ്. അവനെ കല്ലെറിയാൻ പറയുന്ന ആക്രോശം അവന് കേൾക്കാം. എന്നാൽ അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ ശോഭിച്ചു ഏറുകൊള്ളുമ്പോൾ. അവസാനമായിട്ട് ഒരു കാര്യം മാത്രം അദ്ദേഹം പ്രാർത്ഥിക്കുക, ദൈവമേ ഇവർ ചെയ്യുന്ന ദോഷം ഇന്നതെന്ന് ഇവർക്കറിയില്ല, അതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. യേശു പ്രാർത്ഥിച്ചതിന് സമാനമായ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ ശുശ്രൂഷ നിറവേറ്റി. അദ്ദേഹത്തെ കല്ലെറിയുമ്പോൾ അവരുടെ വസ്ത്രം സൂക്ഷിച്ചുകൊണ്ട് മേലങ്കിയൊക്കെ ഊരി അവരൊരു ദാസനെ ഏൽപ്പിച്ചു.
അവൻ്റെ പേരെന്തായിരുന്നു? ശൗൽ. ഏതാണ്ടൊരു 10-14 വർഷങ്ങൾക്ക് ശേഷം ആരെ കൊല്ലാനായിട്ട് വസ്ത്രം സൂക്ഷിച്ചുവോ ആ സ്തേഫാനോസിനെ ദൈവം പിടിച്ചു. ശൗലിനെ ദൈവം പിടിച്ചു. മുള്ളിൻ്റെ നേരെ ഉതയ്ക്കുന്നത് നിനക്ക് നല്ലതല്ല എന്ന് അവനോട് പറഞ്ഞു. നീ ആരാകുന്നു കർത്താവേ എന്ന് ശൗൽ ചോദിക്കുമ്പോൾ യേശു പറയുന്ന മറുപടി, നീ ഉപദ്രവിക്കുന്ന യേശുവാണ് ഞാൻ. അവനെ രക്ഷയിലേക്ക് നയിച്ചു. രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും മുമ്പിൽ യേശുവിനെ സാക്ഷി പറയുവാനുള്ള അർഹതയുള്ള ഒരു ദാസനാക്കി അവനെ ഉപയോഗിച്ചു. നമ്മുടെ കർത്താവിൻ്റെ സാക്ഷ്യം വഹിപ്പാൻ നമുക്ക് ഒരുങ്ങാം. അതിന് നമുക്ക് ശക്തിയും കൃപയും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചും പറഞ്ഞും കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിച്ച് സഹായിക്കട്ടെ.